നല്ലൂരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലൂരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. സുഭാഷിതം. വേദപുസ്തകത്തിൽ പലയിടത്തും ആത്മീയ നേതാക്കളെ ഇടയന്മാരായി ചിത്രീകരിക്കുന്നു. ആടുകളിന്മേലുള്ള അവരുടെ ഉത്തരവാദിത്വവും ജാഗ്രതയോടുകൂടെയുള്ള പരിചരണവും കരുതലും അനുകമ്പയും ഒക്കെയാകാം ഇതിന് കാരണം. ഇസ്രായേൽ ജനത്തിനും ഇടയന്മാരെ ആക്കി വെച്ചിരുന്നു. ഇടയന്മാർക്ക് ലഭിച്ച അവരുടെ ആടുകളെ എങ്ങനെ പരിപാലിച്ചു എന്ന് ഉടയവനായ ദൈവം നിരീക്ഷിക്കുന്നു. ഇടയന്മാരോടുള്ള പ്രവചനമാണ് യെഹെസ്കേൽ 34 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 വാക്യത്തിൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: തങ്ങളെ തന്നെ മേയിക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയിക്കേണ്ടത് എന്നുള്ള ചോദ്യവുമായിട്ടാണ് അധ്യായം ആരംഭിക്കുന്നത്. അവർ സ്വാർത്ഥ തൽപരരായ ഇടയന്മാരായിരുന്നു എന്ന് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ആടുകളുടെ ഉടയവനായ ദൈവമാണ് ഇടയന്മാരുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചത്. 15 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ തന്നെ എന്റെ ആടുകളെ മേയ്ക്കുകയും കിടത്തുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. I will feed my flock and I will make them lie down, says the Lord God. തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വേണ്ടവണ്ണം ചെയ്യാതെ ഇരുന്നതുകൊണ്ട് 10 വാക്യത്തിൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും. നല്ല ഇടയനായ ദൈവം തൻ്റെ ആടുകളെ എത്രയധികം സ്നേഹിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 100-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്: യഹോവ തന്നെ ദൈവമെന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. ആടുകൾ ബൈബിളിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നു. മാർഗനിർദ്ദേശം, പരിചരണം, ഇടയനും ആട്ടിൻകൂട്ടവും തമ്മിലുള്ള ബന്ധം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു: യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എന്ന്. ജീവിതത്തിന്റെ വെല്ലുവിളികളിൽ നമ്മെ നയിക്കുകയും സംരക്ഷിക്കുകയും വേണ്ട എല്ലാ നന്മകളും തന്ന് നമ്മെ പരിപാലിക്കുന്ന ദൈവം. യേശു കർത്താവ് പറഞ്ഞത്: ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഒരിടയൻ തന്റെ ആട്ടിൻകൂട്ടത്തോട് മാത്രമല്ല, ഓരോന്നിനോടും ആഴമായ ശ്രദ്ധയും കരുതലും ഉള്ളവനാണ്. 100 ആടുകളിൽ 1 കാണാതെ പോയപ്പോൾ 99നെയും വിട്ടിട്ട് 1നെ തിരഞ്ഞുപോയ ഇടയൻ. നല്ല ഇടയനായ യേശു കർത്താവിന്റെ വാക്കുകൾ യോഹന്നാൻ 10:26 മുതൽ 28 വരെ എഴുതിയിരിക്കുന്നത്: നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായ്കയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഇടയൻ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആടായി തീരണമെങ്കിൽ നല്ല ഇടയനായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കണം. അവിടുത്തെ ശബ്ദം നാം കേൾക്കണം, അനുസരിക്കണം, അനുഗമിക്കണം. ഇടയന്റെ കരുതലിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്: ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. നല്ല ഇടയനായ യേശു കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. God bless you all with these words. മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ.
ചൊല്ലിടണമേ. നല്ല